നമസ്കാരം. അധികാര കസേരയിൽ അമർന്നിരിക്കാൻ നാട്ടിൽ കൊല്ലും കൊലയുമൊക്കെ സ്ഥിരമായി ഉണ്ടാകണം. അക്രമ സംഭവങ്ങൾ ഉണ്ടാകണം. അധികാര കസേരയിൽ ഇരുന്ന് ഈ അധികാരി വർഗം ഒരു വിഭാഗത്തിനെതിരെ അക്രമം അഴിച്ചുവിടുന്നു. അതിന്റെ ഭാഗമായി തിരിച്ചും അക്രമ സംഭവങ്ങൾ ഉണ്ടാകുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലിച്ച് അതിന്റെ ഭാഗമായി അധികാര കസേരയിൽ അമർന്നിരിക്കാൻ ചില ആളുകൾക്കൊക്കെ കഴിയുന്നു. ചില ആളുകൾ അധികാരം പിടിക്കാൻ ചില അക്രമ സംഭവങ്ങൾ അതിനവർ നേതൃത്വം കൊടുക്കുന്നു. അതിന് അവർക്ക് ചില ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ സഹായങ്ങൾ ഉണ്ടാകുന്നു. മലഗാവ് സ്ഫോടനം ഏറ്റവും വലിയൊരു ഉദാഹരണമാണ്. ഇസ്രായേലിന്റെ പിന്തുണയോടുകൂടി രാജ്യത്തെ തീവ്ര ഹിന്ദുത്വ സംഘടനയാണ് ഈ മലഗാവ് സ്ഫോടനം സംഘടിപ്പിച്ചത്. അത് അന്വേഷിച്ച് കണ്ടെത്തിയ ഒരു പോലീസ് ഓഫീസറാണ് ഹേമന്ത് കർക്കർ. അദ്ദേഹം കണ്ടെത്തി RSSന്റെ അഖിലേന്ത്യാ ഓഫീസിൽ കയറി വേണ്ടപ്പെട്ടവരെയൊക്കെ പിടികൂടി കൊണ്ടുപോകുമെന്ന് കണ്ടപ്പോൾ ദുരൂഹ സാഹചര്യത്തിൽ ഹേമന്ത് കർക്കർ കൊല്ലപ്പെട്ടു. എന്തായാലും കോടതി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് വിധി പറഞ്ഞു. ആദ്യം പ്രതി ചേർത്ത ആളുകളല്ല കുറ്റക്കാർ, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല കുറ്റക്കാർ എന്ന കാര്യം കോടതി കണ്ടെത്തി. കോടതി കണ്ടെത്തുമ്പോഴേക്ക് അനുഭവിക്കേണ്ടവരൊക്കെ അനുഭവിച്ചു. എന്നാൽ പിന്നീട് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയ ആളുകൾക്ക് നമ്മളൊക്കെ കൊടുക്കുന്ന നികുതിപ്പണം കൊണ്ട് അവർക്കൊക്കെ വലിയ സുരക്ഷ ഒരുക്കുന്ന കാഴ്ചയാണ് നമുക്കൊക്കെ കാണാനായത്. നമ്മുടെ രാജ്യത്ത് മാത്രമല്ല, ലോകത്തിന്റെ മൊത്തത്തിലുള്ള ഒരു അവസ്ഥ പരിശോധിച്ചാൽ ഇതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ISIS എന്ന് പറയുന്ന സംഘടന, ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് അമേരിക്കയുടെ സൃഷ്ടിയാണ് എന്ന കാര്യം പിന്നീട് അധികാരത്തിലെത്തിയ ഒരു അമേരിക്കൻ പ്രസിഡന്റ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ISISന്റെ പേര് പറഞ്ഞാണ് പല സ്ഥലങ്ങളിലും അമേരിക്ക അധിനിവേശം നടത്തിയത്. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്, സാമ്പത്തിക ലക്ഷ്യങ്ങളുണ്ട്. ചില സ്ഥലങ്ങളിൽ അവർക്ക് കൃത്യമായ ഒരു സ്പേസ് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ അത്തരത്തിലുള്ള നീക്കങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധം, ഗസ ഇസ്രായേൽ യുദ്ധം, യഥാർത്ഥത്തിൽ ബെഞ്ചമിൻ നെതന്യാഹു എന്ന് പറയുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്ക് അധികാരത്തിൽ തുടരണമെങ്കിൽ ഈ യുദ്ധം നീണ്ടുപോയേ മതിയാകൂ. ഈ യുദ്ധം അവസാനിച്ചാൽ അല്ലെങ്കിൽ അവസാനിപ്പിച്ചാൽ ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം അന്ന് തുടങ്ങും അദ്ദേഹത്തിന്റെ കഷ്ടകാലം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്തായാലും ഞാനിവിടെ ഇക്കാര്യം പറയാൻ കാരണമായ ഒരു സാഹചര്യം, ഇവിടെ 2019 ഈസ്റ്റർ ദിനത്തിലെ ശ്രീലങ്കയിൽ നടന്ന സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വ്യക്തി പിന്നീട് പ്രതിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ആ വാർത്തകളൊക്കെ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ കണ്ടതാണ്. ഈ ഒരു സ്ഫോടനവുമായി ബന്ധപ്പെട്ട് ഇന്ന് FBയിൽ ഒരു കുറിപ്പ് കണ്ടു. മുതിർന്ന മാധ്യമ പ്രവർത്തകരും പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഡെപ്യൂട്ടി ഡയറക്ടറുമായി വിരമിച്ച ഖാദർ പാലാഴി എന്ന് പറയുന്ന മുതിർന്ന ഒരു മാധ്യമ പ്രവർത്തകന്റെ കുറിപ്പ്. ആ കുറിപ്പ് കണ്ടപ്പോഴാണ് ഞാൻ ഇക്കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഓർത്തുപോയത്. എന്തായാലും ആ കുറിപ്പ് ഞാൻ നിങ്ങളെ ഒന്ന് വായിച്ചു കേൾപ്പിക്കാം. ഇന്ത്യ, US, UK ഉൾപ്പെടെ 14 രാജ്യങ്ങളിലെ 45 പേരും 234 ശ്രീലങ്കക്കാരും കൊല്ലപ്പെട്ട 2019 ഏപ്രിൽ 21 ഈസ്റ്റർ ദിന സ്ഫോടനം മറക്കാനാവില്ല. പരിക്കേറ്റ 500ഓളം പേരിൽ പലരും ഇപ്പോഴും ജീവച്ഛവങ്ങളാണ്. കൊളംബോയിലെ 3 ചർച്ചുകളിലും 3 ആഡംബര ഹോട്ടലുകളിലുമായിരുന്നു സ്ഫോടനം. നാഷണൽ തൗഹീദെ ജമാഅത്ത് ഉത്തരവാദിത്വം ഏറ്റെടുത്തു. ഇതേ തുടർന്ന് ലോകമെങ്ങുമുള്ള C രവിചന്ദ്രന്മാരും ശശികലമാരും ടൺ കണക്കിന് വിദ്വേഷം വിസർജിച്ച് പണമുണ്ടാക്കി. സംഭവം നടക്കുമ്പോൾ ശ്രീലങ്കൻ പ്രസിഡന്റ് മൈത്രിപാല സിറിസേനയും പ്രധാനമന്ത്രി റിനിൽ വിക്രമസിംഗയുമായിരുന്നു. ഇരുവരുടെയും കഴിവുകേടാണ് ലോകരാജ്യങ്ങൾക്കിടയിൽ ശ്രീലങ്കക്ക് നാണക്കേടുണ്ടാക്കിയ സ്ഫോടനം നടക്കാൻ കാരണമെന്ന് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെട്ടു. പിന്നെയാണ് നാടകത്തിന്റെ 2ാം രംഗം തുടങ്ങുന്നത്. സ്ഫോടനത്തിന്റെ 2ാം ദിവസം ശ്രീലങ്ക പൊതുജന പെരുമന നേതാവ് ഗോതബായ രാജപക്സെ താൻ നവംബറിൽ നടക്കുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പ്രഖ്യാപിച്ചു. തിരഞ്ഞെടുപ്പിൽ ജയിക്കുകയും ചെയ്തു. തോറ്റത് ന്യൂ ഡെമോക്രാറ്റിക് ഫ്രണ്ട് സ്ഥാനാർത്ഥി സിജിത് പ്രേമദാസ ആയിരുന്നു. പിന്നെയുമുണ്ട് ഞെട്ടിക്കുന്ന സംഭവങ്ങൾ. 2020 ആഗസ്റ്റിൽ നടന്ന പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ രാജപക്സെയുടെ പാർട്ടി 225-ൽ 145 സീറ്റും നേടി ഭരണകക്ഷിയായി. എന്നിട്ടോ മൂത്ത സഹോദരൻ മഹീന്ദ്ര രാജപക്സെയെ പ്രധാനമന്ത്രിയാക്കി. ഏറെ താമസിയാതെ ഭരണഘടന ഭേദഗതി ചെയ്ത് പ്രസിഡന്റിന് കൂടുതൽ അധികാരങ്ങൾ നൽകി. പക്ഷേ 2022 ജൂലൈയിൽ
എല്ലാം കുളമായി. ജനജീവിതം ദുസ്സഹമായപ്പോൾ യുവാക്കൾ പാർലമെന്റ് കയ്യേറി ഏട്ടനെയും അനുജനെയും എടുത്ത് ദൂരേക്കെറിഞ്ഞു. കുടുംബത്തിന് നാട് വിടേണ്ടി വന്നു. ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവം നടക്കുമ്പോൾ ഇന്റലിജൻസ് മേധാവിയായിരുന്ന മേജർ ജനറൽ സുരേഷ് സെലയാണ് സ്ഫോടനം ആസൂത്രണം ചെയ്തതെന്നാണ്. രാജപക്സെ കുടുംബത്തിന് അനുകൂലമായ രാഷ്ട്രീയ അന്തരീക്ഷം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യം. ഇതിൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. പല രാജ്യങ്ങളിലും ഇത്തരം ഓപ്പറേഷനുകൾ നടക്കുന്നുണ്ട്. ഇന്ത്യക്കാരോട് ഇക്കാര്യം പ്രത്യേകം പറയേണ്ടതില്ല. കബന്ധങ്ങളിലൂടെ നടന്ന് രക്തപ്പുഴയിൽ അർമാദിച്ച് എത്രയോ പേരാണ് അധികാര കസേരയിൽ അമർന്നിരിക്കുന്നത്.